ഓക്കെ ചേട്ടാ, ഈ ദിവസം തെരഞ്ഞെടുത്തത് ഈ അയോധ്യയൊക്കെ ഉള്ളതുകൊണ്ടാണോ? നല്ലൊരു ദിവസം ആദ്യം അല്ല അത് എന്തെന്നറിയാം, തിങ്കളാഴ്ച എന്തായാലും ഒരു നല്ല ദിവസമാണ് അല്ലേ? തിങ്കളാഴ്ച എന്ന് പറയുന്ന ഒരു നല്ല ദിവസമാണെന്നാണ്. കാരണം പണ്ട് അരമ മണിച്ചേട്ടൻ പടമെടുത്ത ദിവസമാണ്. അപ്പം പടമെടുത്ത പേര് ടൈറ്റിൽ അതാണ്, തിങ്കളാഴ്ച നല്ല ദിവസം. അതൊന്ന്. രണ്ടാമത്, ഞങ്ങൾ ഇന്ന് ഇത് പൂജ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്നിത് ഇങ്ങനൊരു ഫംഗ്ഷൻ നടത്തണമെന്നോ തീരുമാനിച്ചതല്ല. ഈ ഡേറ്റ് ഞങ്ങൾ തീരുമാനിച്ചൊന്നുമില്ല. കഴിഞ്ഞ ശനിയാഴ്ച അല്ലേ, ആദ്യ ശനിയാഴ്ചയാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ വിഷ്ണു പറഞ്ഞു ശനിയാഴ്ച നല്ല ദിവസമല്ല, അപ്പം പിന്നെ ഞായറാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് അത് വലിയൊരു ആൾക്കാരൊക്കെ എഴുന്നേറ്റൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും, നമ്മളെപ്പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞ്. എന്നാൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച അല്ല വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ഞങ്ങൾ ഫൈനലൈസും ചെയ്തില്ല. അപ്പം തിങ്കളാഴ്ച ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കറങ്ങിത്തിരിഞ്ഞു വന്ന് തിങ്കളാഴ്ച ഞങ്ങളത് ഫിക്സ് ചെയ്ത് രാവിലെ 11-11:30 ഇടയ്ക്ക് ചെയ്യാമെന്ന് വച്ചപ്പോഴാണ് ഈ അയോധ്യയുടെ പ്രോഗ്രാം എന്നും പറഞ്ഞ് വന്നത്. അപ്പം അത് നമ്മളുമായിട്ട് യാതൊരു, നമ്മളതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇതൊരു നല്ല ദിവസം കിട്ടി എന്നുള്ളതാണ്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം വെച്ചാൽ ഒരു എന്തോ അത് ദൈവത്തിൻ്റെ ഒരു ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ നിമിത്തമാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത ആ ദിവസം തന്നെ നമുക്ക് ദൈവം കൊണ്ട് തന്നാണ്, മഹാവിഷ്ണു തന്നെന്നുള്ള ഒരു വിശ്വാസം എന്നിലുണ്ട്. അത് അത്രേ ഉള്ളൂ, വേറെ എല്ലാ കാര്യങ്ങളൊന്നുമില്ല. അയോധ്യ ഞാനിങ്ങനെ TV കൂടെ കാണും, എന്നും കാണാറുണ്ട്. ഇത് മറ്റേ ഇപ്പം മൊബൈൽ ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ, ഓൺ ചെയ്ത് നോക്ക്, അയോധ്യ കാണാം. അല്ല, അയോധ്യ എത്ത് കാണാൻ അല്ല, പൊളിറ്റിക്സ് കൂടെ ഇപ്പോൾ അത് ആ വേദി അല്ലല്ലോ ഇത്. ഇപ്പോൾ നമ്മുടെ സിനിമാ വേദിയാണ്. പൊളിറ്റിക്സ് വരുമ്പോൾ നമുക്ക് പൊളിറ്റിക്സ് സംസാരിക്കും. ഇപ്പം അതല്ലല്ലോ, നമുക്കിപ്പോൾ സിനിമ. ഇപ്പം നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് അല്ലേ, പഴയ ഭീമൻ ടീച്ചറിനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാം, തീർച്ചയായിട്ടും പറയാം. പൊളിറ്റിക്സ് വേറൊരു സൈഡ്, സിനിമ വേറൊരു സൈഡ്. പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടില്ലല്ലോ ഞാൻ. ആകട്ടെ, ഒരു MLA MP മന്ത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. അങ്ങനെ ആകുമെന്നറിയില്ല, നമ്മൾ നോക്കാം. ദൈവം അനുഗ്രഹിച്ചാൽ നടക്കും. ഇല്ലെങ്കിൽ ഞാൻ സിനിമയിൽ തന്നെ വീണ്ടും കാലുറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. അത് യാതൊരു അംശമില്ല. ഇപ്പം പൊളിറ്റിക്കൽ ലെവലിൽ കയറിയാലും സിനിമ എന്ന് പറയുന്ന ഒരു കല അത് മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല, മനസ്സിലായില്ല. അതിങ്ങനെ ഓരോ സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. മറ്റേത് കിട്ടുകയാണെന്നല്ല അതൊരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. ദാറ്റ്സ്. എൻ്റെ റൈറ്റർ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിനോദ് ഇനി വാ, ഇപ്പുറത്ത് വരാൻ, ഇങ്ങോട്ട് വരാൻ, വിളിച്ചാ വരണം. വരത്തില്ല, അപ്പം ഞാനും നിർത്തുകയാണ്. സന്തോഷം. പബ്ലിക്കായിട്ട് പറയാം, അയാൾക്ക് സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ വേണ്ട. ഇവിടെ ഇവിടെ വരാൻ ഈ സ്നേഹമായിട്ട് പറഞ്ഞാൽ ആരും അല്പം കിട്ടിയാൽ ഞങ്ങൾ അറിയേണ്ടതല്ല. കഴിഞ്ഞ ദിവസം തത്തമ്മ പുറക്കേസം പറഞ്ഞിട്ട് പടത്തിൽ അദ്ദേഹത്തിന്റെ പടത്തില് ഡയറക്ടറുടെ പേര് പറയാതെ ഞാൻ ചോദിച്ചു, ഇല്ല ഞാൻ കേട്ടില്ല, ക്യാമറയും കിട്ടില്ല. ഞാൻ ചൂടായതൊന്നുമില്ല. കാരണം ഇതെല്ലാം ഒരു സഹജമാണ്, സിനിമയിലെ ഒരു സഹജമാണ്. പിന്നെ ഭീമന്റെ ഒക്കെ സംസാരിക്കുമ്പോൾ വളരെ ചൂടായിട്ട് സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നില്ല. അത് ആവശ്യമുള്ളിടത്ത് ചൂടായിട്ട് തന്നെ സംസാരിക്കും, അതിന് സംശയമൊന്നുമില്ല. സംസാരിച്ചെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഏതായാലും സമാധാനമായല്ലോ, എനിക്ക് സമാധാനമായി. കരയുന്ന കുഞ്ഞിനെ എപ്പോഴും പാലുള്ളൂ, അല്ലാതെ കരയാത്ത കുഞ്ഞിന് പാലൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക.